ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ഫോർ ട്രാവൽ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ് യു കെയിൽ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന വെബ് അഡ്രസ്സ് എൻ്റർ ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ സൈറ്റിലോട്ട് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സൈറ്റിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഏജ് ലിമിറ്റ്, അതുപോലെ ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ രാജ്യക്കാർക്ക്, അതുപോലെ ഇവിടെ താമസിക്കുന്നവർക്ക് വോട്ട് ചെയ്യാമെന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ രജിസ്റ്റർ ഓൺലൈനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുക ഇംഗ്ലണ്ട് ആയതുകൊണ്ട് ഇംഗ്ലണ്ട് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു. അതിന് ശേഷം നമ്മളുടെ നാഷണാലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 ടൈപ്പ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്: ബ്രിട്ടീഷ് സിറ്റിസൺ, അല്ലെങ്കിൽ ഐറിഷ്, അല്ലെങ്കിൽ സിറ്റിസൺ ഓഫ് ഡിഫറെൻറ്റ് കൺട്രി. അപ്പോൾ നമ്മൾ സിറ്റിസൺ ഓഫ് ഡിഫറെൻറ്റ് കൺട്രി ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കൺട്രി നെയിം ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് ഡേ, മന്ത്, ഇയർ എന്ന രീതിയിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റുകൂടാതെ തന്നെ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് നമ്മുടെ ഫുൾ നെയിം ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം നമ്മൾ അടിക്കുക, അതുപോലെ തന്നെ മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് അടിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. അതിന് ശേഷം താഴെ അവർ ചോദിക്കുന്നുണ്ട് ഹാവ് യു എവർ ചേഞ്ച്ഡ് യുവർ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേര് മാറ്റുന്നില്ലാത്തതുകൊണ്ട് നോ ഐ ഹാവ് നോട്ട് ചേഞ്ച്ഡ് മൈ നെയിം എന്ന ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. അത് തെറ്റുകൂടാതെ തന്നെ എൻ്റർ ചെയ്യണം. അതിനുശേഷം എൻ്റർ ചെയ്തതിന് ശേഷം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പോസ്റ്റ് കോഡാണ് ചോദിക്കുന്നത്. പോസ്റ്റ് കോഡ് തെറ്റുകൂടാതെ അതും എൻ്റർ ചെയ്യണം. അതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫൈൻഡ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അഡ്രസ്സ് ഇതിൻ്റെ അകത്ത് കാണിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് ഡു യു ഓൾസോ ലീവ് അറ്റ് ദ സെക്കൻഡ് അഡ്രസ്സ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് അഡ്രസ്സിലല്ല താമസിക്കുന്നത്, ഫസ്റ്റ് അഡ്രസ്സ് ആയതുകൊണ്ട് നമ്മൾ നോ കൊടുക്കുക. നോ എൻ്റർ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അടുത്തതായി അവർ ചോദിക്കുന്നത് കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ ലാസ്റ്റ് അഡ്രസ്സിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ എസ് ഫ്രം എബ്രോഡ് കൊടുത്തു. അതിനുശേഷം അവർ താഴെ ചോദിക്കുന്നുണ്ട് നമ്മൾ വിദേശത്തായിരുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്വന്തം സ്ഥലത്തായിരുന്ന സമയത്ത് നമ്മൾ UK വോട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നോ സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് ടു ഓപ്റ്റ് ഔട്ട് ഓഫ് ദ ഓപ്പൺ രജിസ്റ്റർ. അപ്പോൾ എനിക്ക് നമ്മുടെ ഇത് താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ പേരും എൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്യുന്നു. ഐ ഡു നോട്ട് വാണ്ട് മൈ നെയിം ആൻഡ് അഡ്രസ് ടു അപ്പിയർ ഇൻ ദ ഓപ്പൺ രജിസ്റ്റർ എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ഞാൻ പ്രസ് ചെയ്യുന്നു. അടുത്ത ഓപ്ഷനായിട്ട് അവർ ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു അപ്ലൈ ഫോർ എ പോസ്റ്റൽ വോട്ട്. നമുക്ക് തപാൽ വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ
എനിക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ അവരുടെ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ അവരുടെ പോസ്റ്റൽ വോട്ടിൻ്റെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് അയച്ചു തരും ചെയ്യും. അടുത്ത ഓപ്ഷനായിട്ട് അവർ ചോദിക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അവർക്ക് നമ്മളോട് ചോദിക്കാനുണ്ടെങ്കിൽ അപ്പം നമ്മളുടെ കോൺടാക്റ്റ് നമ്പറും അതുപോലെ തന്നെ നമ്മളുടെ ഇമെയിൽ ID യും അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോൺ UK നമ്പർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് കൺട്രി കോഡ് ഉൾപ്പെടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന ബോക്സിൽ നമ്മളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യണം. അതിനുശേഷം കണ്ടിന്യൂ എൻ്റർ ചെയ്യുക. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് വരും. അപ്പോൾ നമ്മൾ മുൻപ് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം സെൻഡ് യുവർ ആപ്ലിക്കേഷൻ ഓപ്ഷൻ കാണും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഐ അക്സെപ്റ്റ് സെൻഡ് മൈ ആപ്ലിക്കേഷനുള്ള ഭാഗം എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റിസീവ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ റെഫറൻസ് നമ്പറും എല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു 10 ഡേയ്സിനുള്ളിൽ ഒന്നല്ലെങ്കിൽ മെയിലായിട്ടോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ടോ നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സിൽ നമുക്ക് അയച്ചു കിട്ടുന്നതാണ്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഹാർഡ് കോപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.